മോനെ ഡെന്നി, ജാസ്മിനെ ഫ്രണ്ടിലിരുത്തിയേക്കണേ. നാൻസി ആ പെണ്ണിൻ്റെ കൂടെ ബാക്കിലിരിക്കും. ഡെന്നി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയതും സൂസൻ പറഞ്ഞു. അതെന്താ ആൻറ്റി അങ്ങനെ? അരുണ ചോദിച്ചു. മോള് ഛർദ്ദിക്കും. ആണോ? ഫ്രണ്ടിലിരുന്നാൽ ഛർദ്ദിക്കില്ലേ ആൻറ്റി? ഇല്ല. അപ്പോൾ ഇന്നലെ നാൻസിക്കൊപ്പം സ്കൂട്ടിയിൽ വന്നതോ? ഓ, ചിലപ്പോ നാൻസിയുടെ തലയിലാവും ഇരുന്നത്. ദേ പെണ്ണെ, വിരുന്നുകാർ ആ സ്ഥാനത്ത് നിന്നാൽ മതി. സൂസൻ കയർത്തു. ഹാ ശരി, ഞാൻ വിരുന്നുകാരിയാ. ജാസ്മിൻ ഈ കുടുംബത്തിലെയാണോ? അരുണ കൊച്ചേ, എന്താ വാക്ക് തർക്കം ആയോ? ത്രേസ്യാമ്മ കാറിനടുത്തേക്ക് വന്നു. വല്യമ്മച്ചി, ഡെന്നിക്കൊപ്പം ഇരിക്കുന്നത് ഞാനാ. അതന്നും ഇന്നും ഇനിയെന്നും മാറ്റാൻ പറ്റില്ല. ശ്രമിച്ചാൽ കൊല്ലാനും ഞാൻ മടിക്കില്ല. അരുണ ദേഷ്യത്തിൽ പറയുമ്പോൾ വല്യമ്മച്ചി കാറിനുള്ളിലേക്ക് നോക്കി. നിഷാനിക്കൊപ്പം ബാക്കിലിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കയറിക്കോ. ഓ, നിന്റെ ഔദാര്യം വേണ്ട. അവര് സ്കൂട്ടിയിൽ പോകും. അരുണ കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ തുറന്നു. വലിയ ശബ്ദത്തിൽ അടയുകയും ചെയ്തു. എന്താ നിഷാനി, കയറുന്നില്ലേ? നിഷ വിങ്ങലോടെ തലകുലുക്കി. കാറ് ഗേറ്റ് കടന്ന് പുറത്തേക്കിറങ്ങി. എടാ, നിന്റെ കുഞ്ഞിപ്പെണ്ണിനോട് ഒന്നും പറഞ്ഞില്ലേ? അതെന്താ, പറയാൻ സമയം കിട്ടിയില്ലേ ഡെന്നി? ഇല്ലടി. അവനിൽ കുസൃതിച്ചിരി മിന്നി. കൊള്ളാം. ഇന്നലെ രാത്രിയിൽ പിന്നെ എന്തായിരുന്നു പണി? പോ പെണ്ണെ, എനിക്ക് നാണം വരുവാ. അയ്യേ ഈ ചെറുക്കൻ. അരുണ ഉറക്കെ ചിരിച്ചു. അവൻ്റെ തോളിൽ ശക്തിയിൽ അടിച്ചു. കർത്താവേ, ഈ ചേച്ചിക്ക് ഇച്ചായനെ ഇഷ്ടമാണോ? ഞാനാണോ അവർക്കിടയിൽ തടസ്സം? ഡെന്നി ഇവിടെ നിർത്തിയേ. അരുണ ഇറങ്ങി. നിഷാനി ഡെന്നിക്കൊപ്പം ഇരുന്നോ. ഞാൻ പോവാ. സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ എനിക്ക് വയ്യ. ചേച്ചി എവിടെ പോവാ? എൻ്റെ ആനി, ഈ ചേച്ചി ഇങ്ങനാ ഊര് തെണ്ടി പെണ്ണ്. ഒന്ന് പോയടാ, മനുഷ്യൻ്റെ ഇമേജ് കളയാതെ. നിഷാനിക്ക് ഇപ്പം സന്തോഷമായില്ലേ? ബൈ ഡെന്നി. അരുണ ഫുട്പാത്തിലൂടെ നടന്നകന്നു. നമുക്ക് പോയാലോ കുറുമ്പി? സീറ്റിൽ ചാരി ഇരിക്കുവാണ് നിഷ. എൻ്റെ കൊച്ചിന് സങ്കടമായോ? എന്തിന്? നീ കള്ളി പെണ്ണാണ് അല്ലേ? അരുണ എന്നോട് അടുത്ത് ഇടപഴകിയപ്പോൾ ഈ കണ്ണ് നിറഞ്ഞത് ഞാൻ കണ്ടു. ഇച്ച. ഡെന്നിയുടെ വലങ്കൈ നിഷയുടെ കയ്യിൽ ചേർന്നു. വേദനയും സങ്കടവും ഒന്നും വേണ്ട. ഡെന്നിച്ചൻ ഇങ്ങോട്ട് വന്നത് തന്നെ ഈ ആനിക്ക് വേണ്ടിയാ. പക്ഷേ തിരക്കി വന്ന ആള് ഇത്രയും ചെറുതാണെന്ന് കരുതിയില്ല. നിഷ ചുണ്ട് വിടർത്തി ചിരിച്ചു. അവൻ കാറ് സൈഡിലേക്ക് ഒതുക്കി. ഇന്ന് കോളേജിൽ പോകണോ? പിന്നെ പോകാതെ. തിരികെ പോയാൽ വല്യമ്മച്ചി ചോദിക്കില്ലേ? അതിന് തിരികെ പോകുന്നില്ലല്ലോ. ഈവനിങ് വീട്ടിൽ കയറാം. അതുവരെ എന്ത് ചെയ്യും? എൻ്റെ കൊച്ചേ, എനിക്ക് സമയം തികയത്തില്ല. അതാ പ്രശ്നം. ഇച്ചാ വേണ്ട പ്ലീസ് ആനി. ചുവന്ന് തൊടുത്ത ചുണ്ടിന്മേൽ വിരൽ വെച്ച് തഴുകിക്കൊണ്ട് പതിയെ ഞെരിച്ചു. നിഷയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. കൈ രണ്ടും വീർത്ത കവിൾത്തടത്തിലേക്ക് ഇഴഞ്ഞു നീങ്ങി. നിന്നെ എത്ര പ്രണയിച്ചാലും മതി വരുന്നില്ലടി. മനസ്സിലിരിപ്പ് എനിക്ക് അറിയാം. എന്തറിയാം? പറഞ്ഞേ. ഒന്ന് പോയേ ഇച്ചായ. ഈ കള്ളച്ചിരി നല്ല രസാ. ആണോ? ഇഷ്ടായോ എൻ്റെ കുറുമ്പിക്ക്? ഇഷ്ടാ. പക്ഷേ എപ്പോഴും ചിരിക്കണ്ട. അതെന്താ പൊന്ന? പെൺപിള്ളേരെ കാണിക്കാനല്ലേ? ഡെന്നിയുടെ കണ്ണുകൾ കൂർത്തു. ആനി, ദേഷ്യപ്പെടണ്ട. ജാസ്മിനില്ലേ, അവളുടെ കണ്ണെപ്പോഴും ഇച്ചായൻ്റെ മേലെയാ. എനിക്കിഷ്ടമല്ല, സങ്കടം വരും. നീ എന്തിനാടി സങ്കടപ്പെടുന്നേ? ഞാൻ ഈ കുഞ്ഞിപ്പെണ്ണിനെയല്ലേ നോക്കുന്നത്? നിഷ അവൻ്റെ തോളിലേക്ക് ചാരി. ഈ നുണക്കുഴിയെ ചുംബനം കൊണ്ട് പൊതിയട്ടെ കൊച്ചേ. വേണ്ട. അതെന്താ, സ്നേഹം കൊണ്ടല്ലേ? ഇങ്ങനെ നോക്കല്ലേ പെണ്ണെ. എനിക്ക് നിന്നിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഈ കണ്ണാ. അതിങ്ങി പുറത്ത് വീഴും. ഇച്ചായ, കോളേജിൽ പോയില്ലേ ശരിയാവില്ല. പ്ലീസ്. ഓക്കെ, പോകാം. അവൻ കൈത്തണ്ടയിലെ വാച്ചിൽ നോക്കി. കുറച്ച് സമയം എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റുമോ? ഡെന്നിച്ച. എന്താടി? അത് അവളുടെ തുടുത്ത കവളിൽ പിച്ചി. വേദനിച്ചോ ആനി? പിന്നെ ഇങ്ങനെ പിച്ചിയാൽ വേദനിക്കില്ലേ? അതെയോ? ചിരിക്കല്ലേ ഇച്ച. എന്തേലും ചെയ്തു വെച്ചിട്ട് ഇളിച്ചോളും. ഇനി എന്നെ എന്തേലും ചെയ്താൽ ഞാൻ അതുപോലെ തിരിച്ചു തരും. സത്യാണോ? തിരികെ തരണം. എന്താ, കളിയാക്കുവാണോ എന്നെ? എൻ്റെ ആനി കൊച്ചിനെ ഡെന്നിച്ചൻ കളിയാക്കോ? നോവേ. എന്തോ ഉണ്ട് ഈ മനസ്സിൽ, അതുകൊണ്ടാ ചിരി നിൽക്കാതെ. പറയിച്ച. മനസ്സിൽ ഒരു കാര്യമുണ്ട്, പക്ഷേ ഞാൻ പറയില്ല. വേണേൽ ദേ ഇവിടെ ചെവി വെച്ച് കേട്ടു നോക്ക്. അവൾക്കടുത്തേക്ക് നീങ്ങിയിരുന്നു. വേണ്ട. അവൾ മുഖം പൊത്തിപ്പിടിച്ചു. അതെന്താ, ആനിക്കൊച്ചിന് നാണമാണോ? അല്ല,
ആ എന്നാ ടെൻഷനാവും. അതിൻ്റെ ആവശ്യമില്ല. എന്നെ നോക്കിയേ. തോളിലൂടെ കൈയിട്ടു. തലയിൽ കൈവച്ച് ആ ഇടനെഞ്ചിലേക്ക് ചേർത്തു. കേൾക്കുന്നുണ്ടോ ആനി? തലമുടിയിൽ തഴുകിയിറങ്ങുന്ന വിരലുകൾ. എന്താ കൊച്ചെ കേൾക്കുന്നേ? ആനീന്ന് അങ്ങനെയല്ലേ? അല്ലല്ലോ. ഷർട്ടിൻ്റെ ബട്ടണിൽ വിരലിട്ട് കറക്കി. പിന്നെന്താ ഇച്ചാ? എനിക്കറിയില്ല, ഒന്ന് പറഞ്ഞു തരുമോ? ദേ, എനിക്കിത് വേണം. അവൻ്റെ വിരൽ ചുണ്ടിന് നേർക്ക് വന്നതും ആ കയ്യെ തട്ടി മാറ്റി. അയ്യേ, ഇച്ചായൻ എപ്പോഴും ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളോ? മറ്റു പലതും ഉണ്ട്. മാറ്റി തരുമോ നീ? എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ നിന്റെ ഈ ചുവന്ന് തുടുക്കുന്ന മുഖത്തേക്ക് നോക്കി ഞാൻ എന്താടി പറയാ? കല്യാണം കഴിഞ്ഞിട്ടില്ല, എന്നാലും നമ്മൾ ഒന്നല്ലേ ആനി? ആണ്. അങ്ങനെയെങ്കിൽ എനിക്ക് വേണ്ടുന്നത് കിട്ടിയേ പറ്റൂ. ഇത് ഇച്ചായൻ്റെ വീടല്ല, റോഡാണ്. ആ, റോഡാണ്. പക്ഷേ ഇതെൻ്റെ കാറാ. ആനി ഡെന്നിയുടെ പെണ്ണും. ആര് കണ്ടാലും എനിക്ക് പ്രശ്നമില്ല. അരക്കെട്ടിൽ കൈവച്ചതും അവൾ സീറ്റിൽ നിന്നും ഇളകി. എന്താ ആനി? വേണ്ട, എനിക്ക് നല്ല പേടിയുണ്ട്. എന്തിന്? ആരെയാ പേടി? ഈ ഭ്രാന്തനെ പ്രണയിക്കാൻ ബുദ്ധിമുട്ടാണോ? അങ്ങനെയൊന്നും പറയല്ലേ. വട്ടുള്ള ഡെന്നിച്ചനെ മതി എനിക്ക്. പക്ഷേ ശരിയാവില്ല. ഡെന്നി ഒന്നും മിണ്ടുന്നില്ല. തല വെട്ടിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. പോകാം, കോളേജ് ടൈമായി. പിണങ്ങി വെച്ചാ? കാറ് ഡ്രൈവ് ചെയ്യുന്നവനിൽ പരിഭവമാണ്. ഇച്ചായ, ദേ ഇവിടെ നിർത്തിയാൽ മതി. എന്തിന്? കോളേജ് അവിടെയല്ലേ? അത് വേണ്ട, കുറച്ച് ദൂരമല്ലേ, ഞാൻ നടക്കാം. ഫ്രണ്ട്സ് ഇതാരെന്ന് ചോദിക്കുമ്പോൾ മിന്നുകെട്ടാൻ പോകുന്ന ആളാണ് ഞാൻ എന്ന് പറയാൻ മടിയുണ്ട് അല്ലേ ആനി? അങ്ങനെയല്ല, എനിക്ക് സമ്മതം. പിണങ്ങല്ലേ. സ്നേഹം തന്നവർ അകന്നു പോയിട്ടേ ഉള്ളൂ. ആദ്യം എൻ്റെ മേരി അമ്മച്ചി, പിന്നെ വല്യപ്പച്ചൻ, ഇപ്പോൾ എൻ്റെ ഇച്ചായനും. വിങ്ങലോടെ കണ്ണുകൾ അടച്ചു പിടിച്ചു. ഈവനിങ് വരെ എന്നെ മാത്രം ഓർത്തിരിക്കാൻ എന്തേലും വേണ്ടേ ആനി? ഉമിനീർ കുടിച്ചിറക്കിയതും ഉയർന്നു താഴ്ന്ന തൊണ്ടക്കുഴിയിൽ അവൻ ചുണ്ടുകൾ അമർത്തി വെച്ചു. ഡെന്നിച്ച പ്രണയത്തോടെ അവൻ്റെ തലയിൽ കൈവച്ച് തഴുകി. ഇതിൽ കൂടുതലൊന്നും നിന്റെ ചെക്കന് വേണ്ട. താടിത്തുമ്പാകെ അവൻ്റെ പ്രണയമഴയിൽ നനയുന്നു. കണ്ണ് തുറക്കടി. എന്തിനാ? ചിരിക്കാനല്ലേ? കാണാൻ കൊതിയാവുക. സന്തോഷത്തോടെ അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു. ഒരു ഉമ്മ കിട്ടിയില്ല എന്ന് വെച്ച് ഇച്ചായൻ ഈ കുഞ്ഞിപ്പെണ്ണിൽ നിന്നും അകലുകയൊന്നുമില്ല. കഴിയില്ല എനിക്ക്. സന്തോഷമായോ? സന്തോഷം. ആനി, നിനക്ക് എന്താ തോന്നുന്നേ? എന്ത്? ഈ ഇച്ചായൻ്റെ പിരി പോയോ? അവൻ ചുണ്ട് നാവിനാൽ നനച്ചു. നമുക്ക് ഈ രീതിയൊന്ന് മാറ്റി പിടിച്ചാലോ? ദേ വേണ്ട, കേൾക്കണ്ട. അവൾ രണ്ട് ചെവിയിലും കൈവച്ചു. അപ്പോ ഇത് കുഞ്ഞിപ്പെണ്ണല്ല, എല്ലാം അറിയാം. ആ അറിയാം, നഴ്സിങ്ങിന് പഠിക്കുവല്ലേ? എന്നാലും ഞാൻ കുഞ്ഞാ, 20 വയസ്സല്ലേ ഉള്ളൂ. ആണോ? കണ്ടാൽ തോന്നില്ലേ ഇച്ചായ? പിന്നെ തോന്നും. എനിക്ക് കുഞ്ഞു വാവകളെ കൊഞ്ചിക്കാനാ ഇഷ്ടം. ഞാൻ റെഡിയാ, ഇഷ്ടം പോലെ കൊഞ്ചിച്ചോ. മിന്നുകെട്ട് ഒന്ന് കഴിഞ്ഞോട്ടെ, അതുവരെ എൻ്റെ കൊച്ചു ക്ഷമിക്ക്. ആനി ഇറങ്ങുന്നില്ലേ? ഇനി നടക്കാൻ വയ്യ. ആ ഗേറ്റിന് മുന്നിൽ നിർത്തിയാൽ മതി. കള്ളി പെണ്ണ് തളർന്നു പോയോ? ആനി, ഈവനിങ് വരാം, വെയിറ്റ് ചെയ്യണം കേട്ടോ. അവൾ ഗേറ്റ് കടന്ന് പോകുന്നത് നോക്കിയിരുന്നു. പാവം. വിഷമം വേണ്ട ആനി. ഇച്ചായൻ എടുത്തുകൊണ്ട് നടന്ന് കൊഞ്ചിക്കാട്ടോ. നിഷ ഇന്ന് കാറിലാണല്ലോ. ആരാ ഡ്രോപ്പ് ചെയ്തത്? ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ ഫ്രണ്ട്സ് ചോദിച്ചു. ഈവനിങ് ആളിനെ പരിചയപ്പെടുത്തി തരാം, അതുവരെ സസ്പെൻസ്. കോഫി ഷോപ്പിലേക്ക് കയറിയ ജെയിംസ് ഒരു ടേബിളിൽ ഒറ്റയ്ക്കിരുന്ന് കോഫി ആസ്വദിച്ച് കുടിക്കുന്ന ആളിനെ കണ്ട് ധൃതിയിൽ നടന്നു. സാർ, എന്താടോ ലേറ്റായത്? അത് കുഞ്ഞിന് നല്ല പനി. ഇന്നലെ രാത്രി മൊത്തം ഹോസ്പിറ്റലായിരുന്നു. വെളുപ്പിനാ വന്നത്. നിന്റെ പരാതിയും പരിവട്ടവും ഞാൻ ചോദിച്ചില്ല. എൻ്റെ ആവശ്യത്തിന് വിളിച്ചാൽ ആ സമയം നിന്നെ കിട്ടിയിരിക്കണം. കാശ് ചക്കക്കുരു പോലെ എറിയുമ്പോൾ നക്കിയെടുക്കാൻ അറിയാലോ. സോറി സാർ, ഇനി ആവർത്തിക്കില്ല. ഇവിടെ ഗുണ്ടാ നേതാക്കൾ ഇല്ലാത്തത് കൊണ്ടല്ല, പിന്നെ തോമസിന് നിന്നോട് പ്രിയം, അതുകൊണ്ട് മാത്രം ക്ഷമിക്കുവാ ഞാൻ. ഇരിക്ക്. സാർ, ഞാനില്ലേലും ആ പെങ്കൊച്ചിന് പിന്നാലെ നമ്മുടെ ആളുണ്ട്. എന്തിന്? സാറല്ലേ പറഞ്ഞത് അവളുടെ മേൽ ഒരു കണ്ണ് വേണമെന്ന്? പറഞ്ഞിരുന്നു. പക്ഷെ ഇനി കുറച്ചുനാൾ അവൾക്ക് പിന്നാലെ ആരും പോകരുത്. അത് പറയാനാ രാവിലെ മുതൽ നിന്നെ വിളിച്ചത്. എന്താ സാർ, എന്തേലും പ്രശ്നം? ഡെന്നീസ് സാമുവൽ, ആ ചെക്കൻ്റെ കയ്യിൽ നീയൊക്കെ പെട്ടാൽ എന്നിലേക്കുള്ള അവൻ്റെ ദൂരം കുറയും. അത് പാടില്ല. അവളെ കുറച്ചുനാൾ വിട്ടുവെക്കാം. ജെയിംസ് എഴുന്നേറ്റു. അവനെ മാറ്റാൻ എന്തേലും ഒരു മാർഗം തെളിയും.
ഇല്ലേൽ കുറച്ചു നാള് കാലോ കയ്യോ തല്ലി ഒടിച്ച് കിടത്തണം. സാറ് പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്യാം. നിനക്ക് കോഫി വേണ്ടല്ലോ? ഏയ് വേണ്ട. അടിമകളെന്നും എനിക്ക് മുന്നിൽ ഇരിക്കുന്നത് പോലും ഇഷ്ടമല്ലാത്ത ആളാ ഞാൻ. ഗ്ലാസ് ഡോർ തുറന്ന് ഷോപ്പിന് പുറത്തേക്കിറങ്ങിയ ജെയിംസിന്റെ കണ്ണിൽ ചുവപ്പ് കലർന്നു. ആരാ അവന്റെ അടിമ? പന്നമോൻ. ജെയിംസ് കൂടെ ഇല്ലേൽ അവൻ പുളുത്തും. ഒരു ഗുണ്ടയുടെ പിൻബലമില്ലാതെ 4 ആളിന്റെ മുന്നിൽ ചെല്ലാൻ ഇവനൊക്കെ പേടിയാ. മുട്ട് വിറയ്ക്കും. ഥു, പുച്ഛത്തോടെ നീട്ടി തുപ്പി. കുടുംബത്തിൽ മാന്യൻ, പക്ഷെ ചെയ്യുന്നത് നാറിയ ജോലിയും. പുഴുത്ത പട്ടി. എത്ര പറഞ്ഞിട്ടും ജെയിംസിന്റെ ദേഷ്യം അടങ്ങുന്നില്ല. ഹോ, നേരം പുലർന്നാലേ വെയില. എന്തോരു ചൂട്. വീതിയേറിയ പുഴയ്ക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന പാലത്തിന് മേലെ കയറി. നല്ല ഒഴുക്കാണ്. നീന്താൻ തോന്നുക, പക്ഷെ വേണ്ട. പുഴമീൻ പിടിക്കാൻ ചൂണ്ടയുമിട്ട് ഒരമ്മാവൻ തപസ്സിരിക്കുന്നുണ്ട്. ഇതാര്? ശിവനോ? ചേട്ടാ, ഈ കൃഷി ഓഫീസ് എവിടെയാ? അരുണ ചോദിച്ചു. സമയം എത്രയായി കുട്ടി? ഇതാണോ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം? വെയിലത്തിരുന്ന് അമ്മാവന്റെ ബോധം പോയോ? 9 മണിയായി ചേട്ടാ. വളം വാങ്ങാനാണേൽ ഇപ്പൊ ചെന്നാൽ കിട്ടും. നല്ല ചാണകപ്പൊടിയാ. പിന്നെ വേപ്പിൻ പിണ്ണാക്ക് അത്ര പോരാ. അരുണ വായ പൊളിച്ച് നിൽക്കുവാണ്. ചേട്ടാ, കൃഷി ഓഫീസല്ലേ ചോദിച്ചുള്ളൂ. കൃത്യം 9:30 സാറ് വരും. അതിൽ മാറ്റമുണ്ടാവില്ല. എനിക്ക് കിട്ടേണ്ടത് കിട്ടി. ശരി, താങ്ക്സ് ചേട്ടാ. ജോലി നടക്കട്ടെ. എനിക്കുള്ള ചൂണ്ട റെഡിയാക്കണം. ആ മീൻ കൊത്തുവോ എന്തോ. അല്ല കുഞ്ഞെ, കൃഷിഭവൻ എവിടെയാന്ന് അറിയണ്ടേ? ചേട്ടൻ പറയുന്നില്ലല്ലോ. ഈ പാലം ഇറങ്ങി നേരെ നോക്കിയാൽ കാണാം. വാഴ വാങ്ങാനാവും അല്ലേ? നല്ല ഇനം തൈകൾ വന്നിട്ടുണ്ട്. വാഴയാണോ ഇനി മറ്റെന്തെങ്കിലും ആണോന്ന് അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ. ഇഷ്ടപ്പെട്ടാൽ ഒരെണ്ണം വാങ്ങാം. കായ്ക്കുവോ എന്തോ. ഡെന്നി പറഞ്ഞ കണക്കിനാണേൽ കായ്ഫലം ഉണ്ടാവില്ല. എന്നാലും ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. കൃഷിഭവന് കുറച്ചു മാറി മതിൽ കെട്ടിൽ ചാരി നിന്നു. അകലെ നിന്നും ഒരു ബുള്ളറ്റിന്റെ മുരൾച്ച. ഓ സാറ്, ആള് പൊളിയാണല്ലോ. ബുള്ളറ്റ് ഓഫീസിന്റെ സൈഡിൽ നിർത്തി ഇറങ്ങി. ഹെൽമറ്റ് മാറ്റി. ദൈവമേ, ഇവന്റെ മുഖത്തിനെന്താ ഒരു കടുപ്പം? വീട്ടിൽ വന്നപ്പോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇനി മുണ്ടിനീര് വല്ലതും ആവോ? ഹരി ഓഫീസിലേക്ക് കയറിയതും അരുണ വീണ്ടും നടന്നു തുടങ്ങി. ഹരിസാറിനെ കുറിച്ച് നാട്ടുകാർക്കെല്ലാം നല്ല അഭിപ്രായമാണ്. ഡെന്നിയുടെ പ്രായം. വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. എന്താവും കാരണം? ഇനി നിഷയെ കണ്ടെത്തണം. ഹരിക്കുട്ടൻ്റെ മുന്നിലും പിന്നിലും ഞാനുണ്ടാകും, അവൻ പോലും അറിയാതെ. അയ്യോ, ഈ പൊരി വെയിലത്ത് നടന്നാണ് കൊച്ചെ വന്നത്. വിയർത്ത് കുളിച്ചല്ലോ. സാരമില്ല വല്യമ്മച്ചി. വീട്ടിലിരുന്ന് തിന്നാൽ മാത്രം പോരാ, ശരീരം അനങ്ങി ജോലി ചെയ്യണം. അതും ഇല്ലേൽ കുറച്ച് നടന്ന് വിയർക്കുകയെങ്കിലും വേണം. എടി നിർത്ത്. സൂസൻ ഓടി വരുന്നുണ്ട്. എന്താ ആൻറ്റി, നീ എന്നെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ? ആൻറ്റി എന്താ ഇങ്ങനെ? ഞാൻ ആരെയും ഊന്നി പറഞ്ഞതല്ല. പൊതുവായ ഒരു കാര്യം, അത്രയുള്ളൂ. ശരി വല്യമ്മച്ചി, ഒന്ന് ഫ്രഷ് ആവണം. ഡ്യൂട്ടിക്ക് പോകണം. നമ്മളൊക്കെ അധ്വാനിക്കുന്ന മനുഷ്യരാ, ചിലരെ പോലെ അല്ല. സൂസൻ നിലത്ത് ആഞ്ഞി ചവിട്ടി. അവൾ പറയുന്നത് കേട്ട് അമ്മച്ചിക്ക് സുഖിച്ചിട്ടുണ്ടാവും അല്ലേ? എന്നെ ആരെന്ത് പറഞ്ഞാലും അപ്പച്ചനും അമ്മച്ചിയും മിണ്ടാതെ നിൽക്കും. പണ്ടും ഇപ്പോഴും അതെ. സത്യമല്ലേ പറഞ്ഞത്? സ്വയം ഇരുന്ന് ചിന്തിക്ക്. മനുഷ്യനായാൽ ഒരു മാറ്റം അനിവാര്യമാണ്. എൻ്റെ മകൾ അന്നും ഇന്നും ഒരുപോലെ.